ഹലോ ഗേസ്, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടാ. ആദ്യം തന്നെ അച്ഛൻ്റെ സ്റ്റാറിടാനുള്ള പണിയിലാണ്. ഞാനതൊക്കെ കണ്ട് അമ്മയുടെ ഒക്കെ ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടാ. കിയാൻ ചേട്ടൻ്റെ അച്ഛനെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അലമ്പുണ്ടാക്കുക കിർമിസ് അപ്പൂപ്പൻ. അമ്മേ, എനിക്ക് പേടിയുണ്ടായത് അത് കണ്ടിട്ട്. എൻ്റെ കണ്ടിരിക്കണണ്ട. അങ്ങനെ അച്ഛൻ്റെ ആ ഫെയറി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ട് ലാസ്റ്റ് ഇട്ട് തീരണമില്ല. എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ കിടന്നുറങ്ങി അമ്മയുടെ തോളിൽ. ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ദേണ്ട മിന്നാണ്. അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാറൊക്കെ നല്ല രസം കാണാൻ, മിന്നി കത്തണ സ്റ്റാറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പുത്തമ്പള്ളിയുടെ അവിടെ പോയി മേടിച്ച സാധനങ്ങളുള്ള ഡെക്കറേഷനായിരുന്നു. ഏത് പുൽക്കൂടും ട്രീയും. അങ്ങനെ അമ്മയും വല്യമ്മയും അച്ഛനും കൂടിയിട്ട് അത് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇവരൊക്കെ അത് ആദ്യമായിട്ട് ചെയ്യണം കേട്ടോ. ഞാനതൊക്കെ ആദ്യമായിട്ട് കാണുന്നതും. അങ്ങനെ അത് കാരണം കണ്ടിരിക്കുകയായിരുന്നു ഞാൻ അച്ഛൻ്റെ മടിയിൽ. അമ്മയ്ക്കും വല്യമ്മയ്ക്ക് ഇതൊക്കെ എവിടെ വയ്ക്കണ്ടെന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല. അങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇത് ഇവിടെയാണോ വയ്ക്കുക അത് അവിടെയാണോ വയ്ക്കുകയെന്ന്. കണ്ട ഓരോന്നെടുത്തിട്ട് എന്തൊരു സാധനം തന്നെ അറിയാണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെ നമ്മുടെ ഉണ്ണിയേശു അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ മടിയിൽ. ദേന്നാ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? എവിടെ വയ്ക്കണ്ടെന്ന് അറിയില്ലേ. പുറത്തിങ്ങനെ നിരത്തി വെച്ചേക്കാം. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അച്ഛൻ നല്ല കൊതു ഹണ്ടിങ്ങില്ല. ഇവരിതൊന്നും തീരുമാനാക്കാത്ത കാരണം എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഞാൻ കരച്ചില്ലായി ലാസ്റ്റ്. അപ്പുറത്തുനിന്ന് ധനിച്ചാണ്ടും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. ലാസ്റ്റ് ഒരുവിധം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു കേട്ടാ. പിന്നെ ട്രീയില് ഉള്ള പരിപാടിയായിരുന്നു. ട്രീ ഉണ്ടാക്കാൻ നോക്കിയതാ. അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായി. ലൈറ്റുകൾ പല കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായി കാണാൻ. നോക്കിയേ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഉള്ളിൽ സാധനമൊക്കെ സെറ്റ് ചെയ്ത് മാല ബൾബൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഞാനതൊക്കെ കണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് കണ്ടിട്ട് മതിയാവണില്ല. പല കളർ ലൈറ്റ് ദേ പിന്നെയും ഒന്ന് പേടിപ്പിക്കാൻ. അങ്ങനെ ദേ ലാസ്റ്റ് നോക്കിയേ ഫുള്ളായിട്ട് കാണണമെങ്കിൽ കേട്ടാ നല്ല ഭംഗിയില്ലേ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടാ കരോള് വന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കണ്ടത് എന്തെങ്കിലും കളറായി ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ജാതി വൈബ് അപ്പൂപ്പൻ. നോക്കിയ പുഴു അടിക്കണ അപ്പൂപ്പൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവർ കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി. ലാസ്റ്റ് അവർ വന്ന് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ടാ പോയത്. കണ്ട നല്ല സന്തോഷമായിട്ട് എനിക്കതൊക്കെ കണ്ടപ്പോൾ. അയ്യോ ഇപ്പൊ വീണാന്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ടാ.